ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഈ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഞാനിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ലൈവിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ലൈവിൽ വന്നാൽ എനിക്ക് പേഴ്സണൽ റീഡിങ് എല്ലാവരുടെയും അല്ല, പറ്റുന്ന മാക്സിമം പേരുടെ എല്ലാം ലൈവിൽ ചെയ്ത് തന്ന് സഹായിക്കാൻ പറ്റും. അപ്പം ഇന്നിപ്പോൾ റീഡിങ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അത് നമ്മളിലേക്ക് വന്ന് കയറും. അതുകൊണ്ട് നെഗറ്റീവിനെ എപ്പോഴും നമ്മൾ ഒഴിവാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന ടാരോട്ട് റീഡിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാതെ നിങ്ങളിലേക്ക് നെഗറ്റീവ് കൂട്ടാൻ ശ്രമിക്കരുത്. എല്ലാവരിലും നെഗറ്റീവ് ഉണ്ടാവും, അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൂട്ടാൻ ശ്രമിക്കരുത്. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പം മുതൽ ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങും. അപ്പം ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏഞ്ചൽസിനോടാണ് ചോദിക്കുന്നത്. ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തി, അതായത് നമ്മളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ അങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് ചോദിക്കാം. ഇതാണ് നമുക്ക് ഏഞ്ചൽ തന്നിട്ടുള്ള ആൻസർ. നമ്മളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയ ഉത്തരം ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അപ്പം നമുക്ക് വന്ന കാർഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ കാർഡിൻ്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിക്കുന്ന കാര്യം, അതായത് ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ചോദിച്ചത്, അതായത് ഇപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം എന്താണ്, നമ്മൾ സ്നേഹിച്ച വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന്. ഈ ചോദ്യം വളരെ വേഗം സംഭവിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയമൊന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. നമ്മുടെ ശുഭാപ്തി വിശ്വാസം നിലനിർത്തി നമ്മൾ നിലവിലെ പാതയിൽ തുടരുക. അതായത് നമ്മളിപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ആ വ്യക്തി നമ്മളെ പിരിഞ്ഞിട്ട് പോയതിൻ്റെ പേരിൽ നമ്മളിപ്പം വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഒരു പോസിറ്റീവ് എനർജി ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ആ പോയ വ്യക്തിയിലെ നെഗറ്റീവ്സ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ ആ വ്യക്തി അവിടെ പോസിറ്റീവായി മാറുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പം നമ്മളെ സെൽഫ് ലവ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ നമ്മളെ കാണാൻ ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഭംഗി ഉണ്ടാവും. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ ഭംഗി പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഒരുമാതിരി നെഗറ്റീവ് ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫുൾ പേഴ്സണായി മാറുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് എനർജി കൂടുന്തോറും ആ വ്യക്തി നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പം റൂം അടച്ചിരുന്ന് വിഷമിച്ചിരിക്കാതൊക്കെ നമ്മുടെ ജോലി എന്താണോ അത് ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ റീഡിങ്ങിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് തന്ന് സഹായിക്കുക. താങ്ക് യു.